സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ചെറിയ കുട്ടികളിൽ വൻതോതിലുള്ള വർഗീയവാദ ഇടപെടൽ, വർഗീയപരമായ വിഭജനം MSF നടത്തുന്നു എന്ന വിമർശനം ഞങ്ങൾ നടത്തിയത്. അതേ തുടർന്ന് വ്യക്തിപരമായ അധിക്ഷേപമാണ് MSFന്റെ സംസ്ഥാന നേതൃത്വം SFIക്കെതിരെ, SFIയുടെ ഭാരവാഹികൾക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ അപ്പോഴും ആ നില കൈക്കൊണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലയില്ല. ആരെങ്കിലും വ്യക്തിപരമായി വിമർശിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ അപ്പോഴും പറഞ്ഞത് മൗദൂദികളുടെ ജിഹ്വയായി ആ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ കണ്ട കാര്യം, ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. വിദ്യാർത്ഥികളെ ആ നിലയിൽ വൻതോതിലായി വിഭജിക്കപ്പെടാനുള്ള, പോളറൈസ് ചെയ്യാനുള്ള ഇടപെടലാണ് MSF നടത്തിയത്. അതിന്മേൽ വൻതോതിലുള്ള സംഘിച്ചപ്പയും ആ നിലയിലുള്ള വിമർശനവും ഒക്കെ ഞങ്ങൾക്കെതിരെ നടത്തി. അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ സംസ്ഥാനത്ത് ഈ പറഞ്ഞ 675-ൽ 589 ഈ ഘട്ടത്തിലും ഞങ്ങൾ വിജയിക്കുന്ന നിലയുണ്ടായി. വിദ്യാർത്ഥികളെ വിഭജിക്കാൻ ഇവർ ശ്രമിക്കുമ്പോഴൊക്കെയും അതിനെ മറികടക്കാൻ മതനിരപേക്ഷ ചേരിയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം അപകടകരമാക്കാൻ ശ്രമിക്കുന്ന MSFനെ സൗഹാർദ്ദപരമായിട്ടുള്ള മതനിരപേക്ഷ കാഴ്ചപ്പാടിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത് വഴി MSFനെ ഉൾപ്പെടെ സ്കൂൾ പാർലമെന്റിൽ നിന്ന് മാറ്റി നിർത്താൻ, ABVP ഉൾപ്പെടെയുള്ള സംഘടനകളെ, KSUവിനെ പൂർണ്ണമായും സ്കൂൾ പാർലമെന്റിൽ നിന്ന് മാറ്റി നിർത്താൻ SFIക്ക് കഴിഞ്ഞു. 675 സ്കൂളുകളിൽ അതിന്റെ ഭാഗമായി 589-ലും SFI വിജയിച്ചു.